നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മന്തിയാണിത്. കൂടാതെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളുമൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. കുക്കറിൽ ഈ രീതിയിൽ മന്തി തയ്യാറാക്കുമ്പോൾ ചിക്കനും ചോറൊക്കെ എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമുക്ക് അരി ഒന്ന് കുതിരാനിടണം. ഇതിനു വേണ്ടി ഞാനിവിടെ 4 കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കുറേ അധികം വെള്ളം ഒഴിച്ച് ഒരു 30 മിനിറ്റ് കുതിരാനായി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ചിക്കൻ തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്ന് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് ഇതേപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ച് വച്ചിട്ടുണ്ട്. ഒരു ഫോർക്ക് എടുത്ത് ഇത് മുഴുവനായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ മസാലയൊക്കെ വേഗം ചിക്കനിലോട്ട് പിടിച്ചോളും. അങ്ങനെ എല്ലാ ചിക്കൻ പീസിലും ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്സിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യൂബ്സ് കൈകൊണ്ട് പൊടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ നീരും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും മസാലയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് മസാലയുടെ പരുവം. ഇനി ഈ മസാല നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ പീസിലും മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല വയ്ക്കേണ്ടത്, താഴെയാണ് വയ്ക്കേണ്ടത്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മസാല വേഗം ഇറച്ചിയിലോട്ട് പിടിച്ചോളും. ഇനി അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറേ അധികം വെള്ളം വച്ചിട്ടുണ്ട്. അരി പറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, ഒരു ചെറിയ ഉണക്ക നാരങ്ങ, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ബേലീഫ്, 3 കഷ്ണം പട്ട, 3 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കുതിരാനിട്ടിരുന്ന അരി വെള്ളം മാറ്റിയ ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ വീണ്ടും തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി മൂടി മാറ്റി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കാരണം 50% മാത്രം നമുക്ക് അരി വെന്ത് കിട്ടിയാൽ മതി. മൂടി വെച്ച് വേവിക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതായത് കയ്യിലെടുക്കുമ്പോൾ ചെറുതായിട്ട് ഞെങ്ങുന്ന പരുവം. ഇതിൽ കൂടുതൽ വെന്ത് പോവരുത്. ഇനി ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. അപ്പം ചോറ് റെഡിയായി ഇവിടെ ഡ്രൈൻ ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വച്ചിരുന്ന ചിക്കൻ നിരത്തി കൊടുക്കാം. നിരത്തി കൊടുക്കുമ്പോൾ ഒരൊറ്റ ലെയറായിട്ടേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മുകളിൽ വെച്ചാൽ ചിക്കൻ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലെയർ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്മെല്ലുള്ള എണ്ണയൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്ന് പറയുമ്പം 5 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഇത് എല്ലാ ഭാഗത്തും എത്താത്തക്ക രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുമ്പോഴും എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒരേപോലെ വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പം റൈസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 4 പച്ചമുളക് കഴുകിയതിന് ശേഷം ഇതേപോലെ കുത്തി കൊടുക്കാം. ഈ പച്ചമുളക് ചോറിന് നല്ലൊരു ഫ്ലേവർ തരും. ഇനി കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ റെഡ് കളർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി മന്തിക്ക് പുകയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ചാർക്കോൾ കത്തിച്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചിരട്ടയാണ്. ചിരട്ട കത്തിച്ച് അതിൻ്റെ കനലെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിന് മുകളിൽ ഒരു പാത്രം വെച്ച് ഈ ചിരട്ട കത്തിച്ച കനൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പം അത് നന്നായിട്ട് പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കുക്കർ വെച്ച് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലോട്ടും അത് മാറ്റി കൊടുക്കാം. ശേഷം ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിലിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. അങ്ങനെ ഒരു വിസിൽ വന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുറക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ കനലൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ചോറ് എത്ര സോഫ്റ്റാണെന്ന്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ചിക്കൻ ഇപ്പോൾ നല്ല വെന്ത് നല്ല സോഫ്റ്റായിരിക്കേണ്ട. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് വേറൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ചിക്കൻ്റെ പീസസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ച ചോറിൽ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കി കുഴച്ച് കളയരുത്, കാരണം ചോറ് അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോഴേ തന്നെ നല്ല രസമാണ്. അതേപോലെ തന്നെ ഇറച്ചി കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റാണെന്ന്. ഇനി ഈ ചിക്കൻ റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.